മുസൽമാന്റെ മുഹറം ആചരിക്കുന്ന ഒരു കൂട്ടം ബ്രാഹ്മണർ. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒന്നല്ല, അതവരുടെ വിശ്വാസമാണ്, സംസ്കാരമാണ്. അതെ, പാതി ഹിന്ദുവും അതുപോലെ തന്നെ പാതി മുസൽമാനുമായ ഒരു കൂട്ടം ബ്രാഹ്മണരാണവർ, അതും നമ്മുടെ ഇന്ത്യയിലുള്ളവർ. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇരു മതവിഭാഗങ്ങളെയും തങ്ങളോട് ഇഴചേർത്ത, ഇരു മതാചാരങ്ങളും ഒരുപോലെ പാലിക്കുന്ന ഒരു പ്രത്യേക ഇന്ത്യൻ ജനതയെക്കുറിച്ചാണ്. കാലം എത്ര കടന്നുപോയാലും എത്ര വർഗീയത പറഞ്ഞു പരത്തിയാലും അതിലൊന്നും കുലുങ്ങാതെ തങ്ങളുടെ വിശ്വാസത്തെ ഏറെ ബഹുമാനത്തോടെ പാലിക്കുന്നവർ. അതെ, അവരാണ് ഹുസൈനി ബ്രാഹ്മണർ. വളരെ വിചിത്രമായ, അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു ചരിത്രം കൂടിയുണ്ട് അവർക്ക്. ആ കഥയിലേക്ക് കടക്കാം. ഹുസൈനി ബ്രാഹ്മണരുടെ സമൂഹം ഇന്ത്യയിൽ അധികം അറിയപ്പെടുന്ന ഒരു ജനസമൂഹമല്ല. പക്ഷേ അവരുടെ സംസ്കാരവും അതുപോലെ തന്നെ അവരുടെ ചരിത്രവും നമുക്ക് ഏവർക്കും മാതൃകയാക്കാവുന്ന ഒന്നാണ്. അവർ ഹിന്ദുക്കളാണ്. എന്നാൽ മുഹമ്മദ് നബിയുടെ ചെറുമകനായ ഇമാം ഹുസൈനിലും അവർ വിശ്വസിക്കുന്നു. അവർ ഹിന്ദു വിഗ്രഹങ്ങൾക്ക് പ്രണാമം അർപ്പിക്കുന്നു. മാത്രവുമല്ല, ഇമാം ഹുസൈന്റെ ചിഹ്നമുള്ള പതാകയായ ആലം അവരുടെ വീടിന്റെ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നു. ഹുസൈനി ബ്രാഹ്മണർ പഞ്ചാബ് മേഖലയിലെ ഒരു മോഹിയൽ ബ്രാഹ്മണ സമൂഹമാണ്. ബാലി, ഭീംവാൾ, ചിബ്ബർ, ദത്ത്, ലൗ, മോഹൻ, വൈദ് എന്നിങ്ങനെ 7 ഉപവംശങ്ങൾ ഉൾപ്പെടുന്നതാണ് മോഹിയൽ സമൂഹം. ദത്ത് വംശത്തിലെ മോഹിയൽ ബ്രാഹ്മണർ ഇമാം ഹുസൈന് വേണ്ടി കർബല യുദ്ധത്തിൽ, അതായത് ക്രിസ്തുവർഷം 680 പോരാടി. ഐതിഹ്യമനുസരിച്ച് കർബല യുദ്ധ സമയത്ത് ബാഗ്ദാദിന് സമീപം താമസിച്ചിരുന്ന കരിയർ സൈനികരുടെ ഒരു ചെറിയ ബാൻഡിന്റെ നേതാവായിരുന്നു റഹാബ് സിദ്ദത്ത്. ഇതിഹാസങ്ങൾ അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്തെ ദൈർ അൽ ഹിന്ദിയ എന്ന് പരാമർശിക്കുന്നു, അതായത് ഇന്ത്യൻ ക്വാർട്ടർ. അത് ഇന്നും നിലനിൽക്കുന്ന ഒരു സ്ഥലമായ അൽ ഹിന്ദിയുമായി പൊരുത്തപ്പെടുന്നതാണ്. ഹിന്ദു പാരമ്പര്യത്തിന് അനുസൃതമായി മൊയ്ഹൽ സമുദായം ഇന്ത്യൻ ഇതര പാരമ്പര്യങ്ങൾ സ്വീകരിച്ചു. ഇത് ഇസ്ലാമിനെ ബഹുമാനിക്കുന്ന ഹുസൈനി ബ്രാഹ്മണന്റെ ഒരു ചെറിയ ഉപവിഭാഗത്തിന്റെ ഉദയത്തിലേക്ക് നയിച്ചു, പ്രത്യേകിച്ചും മൂന്നാമത്തെ ഇമാം ഹുസൈനെ. തൽഫലമായി നിരവധി ഹുസൈനി ബ്രാഹ്മണർ ഈ തീയതി വരെ എല്ലാ വർഷവും മുഹറം ആചരിക്കാറുമുണ്ട്. തങ്ങളുടെ പൂർവികർ എഴുതിയ ഇമാം ഹുസൈന്റെ ചരിത്രങ്ങളടങ്ങിയ കവിതാ ഗ്രന്ഥങ്ങൾ ഇവർ പവിത്രമായിട്ടാണ് കാണുന്നത്. മുഹറം മാസത്തിൽ ഇത് പാരായണം ചെയ്യുകയും ചെയ്യും. ഏതായാലും ഇന്ത്യയിൽ മടങ്ങിയെത്തിയ അന്ന് മുതൽ തന്റെ പരമ്പരയിൽ ജനിക്കുന്ന ഓരോ കുട്ടിക്കും ഇമാം ഹുസൈന്റെ പേരിൽ ഓരോ ചടങ്ങുകളും ഇവർ നടത്തി വരാറുണ്ട്. ഓരോരുത്തരുടെയും കഴുത്തിൽ ഒരു മുറിവുണ്ടാകും. ഇമാം ഹുസൈന് വേണ്ടി ശിരസ് ഛേദിക്കപ്പെട്ടവരുടെ പിന്മുറക്കാരാണ് തങ്ങൾ എന്നറിയിക്കാൻ വേണ്ടിയാണത്രേ ഇത് ചെയ്യുന്നത്. ജനിച്ച കുട്ടിയുടെ തല മുണ്ടനം നടത്തുന്നത് ഇമാം ഹുസൈന്റെ പേരിലാണ് എന്നാണ് ഇവർ സാക്ഷ്യം വെക്കുന്നത്. ഇനി ഇവരുടെ ചരിത്രം പറയാം. അതായത് ഇവരുടെ കുടുംബ പേരുകൾ പ്രവാചക പൗത്രനായ ഇമാം ഹുസൈൻ രക്തസാക്ഷിത്വം വരിച്ച കർബല യുദ്ധത്തിലേക്ക് നീളുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. ഇതാണ് ഇവർ അവകാശപ്പെടുന്ന ഇവരുടെ ചരിത്രം. ഇബ്നു സിയാദിന്റെ സൈന്യം ഹുസൈനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുമ്പോൾ പുത്രൻ അലി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് സമുദ്രഗുപ്ത രാജാവിന് കത്തെഴുതിയ കഥയാണ് ഹുസൈനി ബ്രാഹ്മണരുടെ ചരിത്രത്തിന്റെ ഉറവിടം. കർബല സംഭവത്തിന്റെ ശേഷവും നൂറ്റാണ്ടുകളായി ഇന്നും ഹുസൈനി ബ്രാഹ്മണർ ഈ സൗഹാർദ്ദ നിമിഷങ്ങൾ സ്നേഹപൂർവ്വം സ്മരിക്കുന്നുണ്ട്. അവസാന സസാനി രാജാവായിരുന്ന യസ്തഗിർദ് മൂന്നാമന്റെ മകളായ ഷഹർബാനുവിനെ ഹുസൈൻ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു മകളായ മഹർബാനുവിനെ ഇന്ത്യയിലെ ഒരു നാട്ടുരാജാവായ ചന്ദ്രഗുപ്തനാണ് വിവാഹം കഴിച്ചത്. ഈ വൈവാഹിക ബന്ധമാണ് അലി ഇബ്നു ഹുസൈനെ കത്തെഴുതാനായി പ്രേരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ സമുദ്രഗുപ്തന്റെ കാലത്താണ് കർബല സംഭവം ഉണ്ടായതെന്നാണ് ചരിത്രാഖ്യാനം. ഖിലാഫത്തിന്റെ പേർഷ്യൻ വിജയം സവിസ്തരം വിശദീകരിക്കുന്ന ഇമാം ത്വബരി, ഇബ്ൻ അബ്ദു റബ്ബിഹിനെ പോലുള്ളവർ സസാനി രാജവംശവും അഹ്ലു ബൈത്തുമായുള്ള ബന്ധം പരാമർശിക്കുന്നില്ല. ഇമാം യൂസുഫിന്റെ കിതാബുൽ ഗറാജിലും ഇറാഖ്, ഇറാൻ പ്രദേശങ്ങളുടെ കഥകൾ ധാരാളം ഉൾപ്പെടുത്തിയ ഫിർദൌസിയുടെ ഷാഹ് നൗമിയിലും ഈ സംഭവം വിവരണമില്ല. എന്നാൽ കഥയിലേക്ക് കടക്കാം. യസീദിന്റെ കിരാതവാഴ്ച അവസാനിപ്പിക്കാനായി സഹായം തേടുന്നതായിട്ടാണ് എന്തായാലും ഈ കത്തുകളുടെ എല്ലാം ആപ്തവാക്യം. അത് സ്വീകരിച്ചുകൊണ്ട് ലാഹോറിൽ വേരുകളുള്ള റഹീബ് സിംഗ് ദത്ത് എന്ന മോഹിയൽ സമുദായ അംഗം തന്റെ 7 മക്കളെയും കൂട്ടി ഇറാനിലേക്ക് തിരിക്കുന്നു. യസീദിനെതിരെ ഇമാം ഹുസൈൻ സൈന്യത്തിൽ ചേർന്ന് യുദ്ധം ചെയ്യുകയും അദ്ദേഹത്തിന്റെ 7 പുത്രന്മാരും വധിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ഇവർ പാരമ്പര്യമായി വിശ്വസിച്ചു പോരുന്നത്. പ്രവാചക കുടുംബത്തിലെ ആരോ അവരെ ഹുസൈനി ബ്രാഹ്മിൻ എന്ന് വിളിച്ചു എന്നും ആ നാമധേയത്തിൽ പിന്നീട് അവർ അറിയപ്പെട്ടു എന്നുമാണ് കഥ. ഇമാമിന്റെ സഹോദരി സൈനബാണ് ഇപ്രകാരം വിളിച്ചത് എന്നും ചിലർ പറയുന്നുണ്ട്. റിഹബ് സിംഗിന് മക്കൾ ഉണ്ടായിരുന്നില്ലത്രേ. അദ്ദേഹം ഇമാം ഹുസൈനെ കണ്ട് പ്രാർത്ഥിപ്പിച്ചു അത്രേ. തുടർന്ന് അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായി എന്നും ഇമാം അവറുകൾക്ക് ഒരാവശ്യം വന്നപ്പോൾ അദ്ദേഹം ആ കുട്ടികളെ തന്നെ പകരം നൽകിയെന്നുമാണ് ഹുസൈനി ബ്രാഹ്മണരുടെ പക്ഷം. ഇനി നമുക്ക് ഇവരുടെ പൂർവ്വപിതാക്കളെ കുറിച്ച് ഈ വിഭാഗത്തിൽ പ്രചരിച്ച മറ്റൊരു കഥ കൂടിയുണ്ട്, അതുകൂടി ഒന്ന് പറയാം. ഇമാം ഹുസൈന്റെ തല കൊയ്ത് ഇബ്നു സിയാദ് യസീദിന്റെ രാജധാനിയിലേക്ക് തിരിച്ചപ്പോൾ റിഹബ് ദത്ത് അവരെ പിന്തുടർന്ന് പിടിച്ച് ആ ശിരസ് തിരിച്ചെടുത്തു. പിന്നീട് അദ്ദേഹത്തെ യസീദിന്റെ സൈന്യം വളഞ്ഞു അത്രേ.
അപ്പോൾ തന്നെ മൂത്ത പുത്രന്റെ തല കൊയ്ത് ഇതാണ് ഹുസൈന്റെ ശിരസ് എന്ന് പറഞ്ഞ് സൈന്യത്തിന് കൊടുത്തുവെന്നും അവർ അത് സമ്മതിക്കാത്തപ്പോൾ രണ്ടാമത്തെ പുത്രന്റെ തല കൊയ്ത് കൊടുത്തുവെന്നും അതും അവർ ഇമാം ഹുസൈൻ്റേത് എന്ന് അംഗീകരിക്കാത്തപ്പോൾ തന്റെ 7 മക്കളെയും ഇതേപോലെ തന്നെ വധിച്ചുകൊണ്ട് റിഹാബ്ദത്ത് ഇമാം ഹുസൈന്റെ മാനം കാക്കാൻ ശ്രമിച്ചു എന്നുമാണ് കഥ. എന്നാൽ ഈ കഥ അവരിൽ തന്നെ പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടിട്ടുമില്ല. ഇന്ത്യയിലേക്ക് മടങ്ങിയ റാഹിബ്ദത്തിന്റെ പക്കൽ ഇമാം ഹുസൈന്റെ ഒരു മുടിക്കഷ്ണം ഉണ്ടായിരുന്നു അത്രേ. ഇത് കാശ്മീരിലെ ഹസ്രത് ബാലിൽ സൂക്ഷിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്. അതായത് ഭഗവത്ഗീതയിൽ ഇമാം ഹുസൈന്റെ തിരോധാനത്തെക്കുറിച്ച് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. കളങ്കി പുരാണത്തിലും അഥർവവേദത്തിലും ഇമാം ഹുസൈനെ സമകാലിക ലോകത്തിലെ കലിയുഗ അവതാരമായി പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ വിശ്വാസം. എന്തു തന്നെ ആയാലും ഇവർ ഇമാം ഹുസൈന് വേണ്ടി തങ്ങളുടെ പൂർവികരുടെ ജീവത്യാഗത്തിൽ അഭിമാനം കൊള്ളുകയും മുഹറം 10-ന് അതിന്റെ ഓർമ്മയ്ക്കായി പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇസ്ലാമിക ചരിത്രകാരന്മാർ ഈ വാദങ്ങളെ ബലപ്പെടുത്തുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടുമില്ല. ഷിയാക്കളിൽ ചിലർ ഇത് അംഗീകരിക്കുകയും തങ്ങളുടെ മുഹറം ചടങ്ങുകളിൽ ഇവരെ പങ്കെടുപ്പിക്കുകയും ചെയ്തു വരുന്നു. ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് കർബല യുദ്ധകാലത്ത് സിന്ധിൽ നിന്നുള്ള വസ്ത്രവ്യാപാരികളിൽ പലരും അക്കാലത്ത് ഇറാഖിൽ ഉണ്ടായിരുന്നു എന്നാണ്. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം എന്ന നിലയിൽ നന്മയോട് ചേരാൻ വേണ്ടി പോരാട്ട വീര്യമുള്ള പഞ്ചാബി തയ്യാറായി എന്നതിൽ അവിശ്വസനീയമായി ഒന്നുമില്ല എന്നാണ് അവരുടെ പക്ഷം. ചരിത്രരേഖകൾ അനുസരിച്ച് 680-ൽ കർബല യുദ്ധം നടക്കുമ്പോൾ ഏകദേശം 1400 ബ്രാഹ്മണർ ഇറാഖിലെ ബാഗ്ദാദിൽ താമസിച്ചിരുന്നു. ഇറാഖിന്റെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും കുറച്ച് കുടുംബങ്ങൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അതുപോലെ തന്നെ ലാഹോറിൽ വ്യാപിച്ചു കിടന്ന ഇക്കൂട്ടർ വിഭജനാനന്തരം ഇന്ത്യയിലേക്ക് കുടിയേറുകയും വിവിധ പ്രദേശങ്ങളിൽ താമസമാക്കുകയും ചെയ്തു. ഇന്നും തങ്ങളുടേതായ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് ഈ വിഭാഗം ഇന്ത്യയിൽ പലയിടത്തായി താമസിച്ചു വരുന്നു. ഭൂരിഭാഗവും ഇപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ പൂനെ, ഡൽഹി, ചണ്ഡീഗഡ്, അമൃത്സർ, ജമ്മു എന്നിവിടങ്ങളിലാണ്. പാകിസ്ഥാനിലാകട്ടെ സിന്ധ്, ലാഹോർ, ദക്ഷിണ അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ എന്നിവിടങ്ങളിലാണ് താമസിച്ചു വരുന്നത്. ഇതിൽ പലതും പാതി ഹിന്ദുക്കളും പാതി മുസ്ലിങ്ങളുമാണ്. ഹിന്ദു മുസ്ലിം ആചാരങ്ങളുടെ സമ്മിശ്രമാണ് ഇവരിൽ മിക്കവരുടെയും ജീവിതം. അജ്മീറിൽ ഇന്നും ഹുസൈനി ബ്രാഹ്മണർ എന്ന് സ്വയം വിളിക്കുന്ന ഒരു ചെറിയ കൂട്ടം ആളുകളുണ്ട്. ബീഹാറിലാകട്ടെ മുസാഫർപൂർ ജില്ലയിലെ ഭൂമിഹാർ ബ്രാഹ്മണരുടെ ഒരു വിഭാഗവും ഹുസൈനി ബ്രാഹ്മണരുടെ വംശപരമ്പര അവകാശപ്പെടുന്നു. ഹുസൈനി ബ്രാഹ്മണർ യാഥാസ്ഥിക ഹിന്ദുക്കളോ യാഥാസ്ഥിക മുസ്ലിങ്ങളോ അല്ല. യാഥാസ്ഥിതിക വൈദിക ഇസ്ലാമിക പാരമ്പര്യങ്ങളുടെ സമ്മിശ്രമായ ഒരു മിശ്രിതമാണ് അവർ പരിശീലിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഒരു ചൊല്ല് പറയാം. അതായത് ഹിന്ദി ഉറുദു ഭാഷയിലുള്ള ഒരു ചൊല്ല് പ്രകാരം ഹുസൈനി ബ്രാഹ്മണരെ ഇങ്ങനെ സൂചിപ്പിക്കുന്നു: വാദത്ത് സുൽത്താൻ, ഹിന്ദു കാ ധർമ്മം, മുസൽമാൻ കാ ഇമാൻ, അതാ ഹിന്ദു അതാ മുസൽമാൻ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് കൂടി പറയാം. അതായത് ശരീരത്ത് സുൽത്താൻ ഹിന്ദുധർമ്മം പ്രഖ്യാപിക്കുകയും മുസ്ലിം ആചാരം പിന്തുടരുകയും ചെയ്യുന്നു. പകുതി ഹിന്ദുവും പകുതി മുസ്ലിമും, അതാണവർ ഹുസൈനി ബ്രാഹ്മണർ. പ്രസിദ്ധ സിനിമാ നടനും രാഷ്ട്രീയ നേതാവുമായിരുന്ന സുനിൽ ദത്ത്, മകൻ സഞ്ജയ് ദത്ത് എന്നിവരെല്ലാം തന്നെ ഹുസൈനി ബ്രാഹ്മിൺ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ്. അപ്പോൾ ഈ ഒരു ജനതയെക്കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമുക്കെല്ലാം മാതൃകയാക്കാനാവുന്ന ഒരു കൂട്ടർ തന്നെയല്ലേ അവർ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.